അബ്രഹാമിൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും അബ്രഹാമിൻ്റെ പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. വിശ്വാസം വ്യാപരിക്കുന്നത് പ്രവൃത്തിയോട് കൂടെയാണ്. വിശ്വാസം പൂർണ്ണമാകുന്നത് പ്രവൃത്തിയാലാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസം ലഭിച്ചത് വചനത്തിൽ നിന്നാണെങ്കിൽ ആ ദൈവവചനത്തോട് ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊരനുസരണമുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ എന്ന വചനമാണ് നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നതെങ്കിൽ വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ദൈവം പ്രതിഫലം തരും എന്ന് ആശ വെച്ച് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നത് തന്നെ ഒരു പ്രവൃത്തിയാണ്. ഹന്ന ആണ്ടുതോറും ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കരയുകയും ചെയ്യുമ്പോൾ ചില വർഷങ്ങൾ അതങ്ങനെ തുടർന്നപ്പോൾ എല്ലാ വർഷവും താൻ വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തിട്ടും പലപ്പോഴും മറുപടി കിട്ടാതിരുന്നിട്ടും ആശ നഷ്ടപ്പെട്ടു പോകാതെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എന്നെ അറിയുന്നുണ്ട്, ഇന്നലകളിൽ ഞാൻ ഒഴുക്കിയ കണ്ണുനീരൊന്നും വൃഥാവല്ല, എൻ്റെ പ്രാർത്ഥനകൾ വൃഥാവല്ല എന്ന വിശ്വാസത്തോടുകൂടെ വീണ്ടും അടുത്ത വർഷം ആലയത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഹന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിലാണ്. അവളുടെ ഓരോ ചുവടുകളിലും വിശ്വാസം വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ കടന്നു വരുന്നത് ദൈവവചനം നിങ്ങൾക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി തലമാണ്. പ്രാർത്ഥനയ്ക്കായി കടന്നു വരിക. പ്രതീക്ഷയോടെ ദൈവമുഖത്തേക്ക് നോക്കി നിൽക്കുക. ദൈവം പ്രവർത്തിക്കുന്നത് വരെ കാത്തിരിക്കുക. ദൈവത്തിനായി കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഹന്ന ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുന്നത് വരെ വിശ്വാസത്തോടെ കാത്തിരുന്നു. അബ്രഹാമിൻ്റെ പ്രവൃത്തിയാൽ വിശ്വാസം വ്യാപരിച്ചു. വിശ്വാസം പൂർണ്ണമായി. ദൈവം അത് ചെയ്യും എന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുക മാത്രമല്ല, അത് ചെയ്ത് കാണുന്നത് വരെ ആശ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക്, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ ദൈവമായ യഹോവയെങ്കിലേക്ക് കൃപയ്ക്കു വേണ്ടി യാചിക്കുന്ന, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രവൃത്തിയുടെ തലം. ആ കാത്തിരിപ്പിൽ തന്നെ വിശ്വാസത്തിൻ്റെ അനുസരണമുണ്ട്. തൻ്റെ മകനെ യാഗമർപ്പിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദൈവത്തോട് മറുത്തൊന്നും പറയാതെ അതിരാവിലെ എഴുന്നേറ്റ് യാഗം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന അബ്രഹാം, യാഗത്തിനു വേണ്ടി മുൻപോട്ട് ചുവടുകൾ വയ്ക്കുന്ന അബ്രഹാം പ്രവൃത്തി തലത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കണം. ഇന്നലകളിൽ നിങ്ങൾ കരഞ്ഞത് സ്വർഗത്തിലൊരു ഡെപ്പോസിറ്റാണ്. നിങ്ങളുടെ മറുപടി തൊട്ടു മുൻപിലുണ്ട്. ഇന്നലകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചത് നഷ്ടമല്ല, അത് നിക്ഷേപം.
നിക്ഷേപമാണ്, സ്വർഗത്തിലുണ്ട്. ഇന്ന് പകലും ഞാൻ പ്രാർത്ഥിക്കും. അതെ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയും കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും വിശ്വാസം വ്യാപരിക്കുകയാണ്. ദൈവം വെച്ചിരിക്കുന്ന അവധിയിൽ തൻ്റെ മഹത്വം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.